നമ്മുടെ നാട്ടിൽ ഈ ഡ്രൈവർ മേയർ വിഷയം ഉണ്ടാകുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ നുണ പറഞ്ഞതായിട്ട് ഏതെങ്കിലും രീതിയിൽ തെളിഞ്ഞാലോ CCTVയുടെ തെളിവ് പുറത്തു വന്നാലോ പ്രത്യേകിച്ച് ഒന്നും തന്നെ നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഉദാഹരണത്തിന് ബസ്സിൻ്റെ മുന്നിലേക്ക് ഒരാൾ ചാടുമ്പോൾ അയാളെ അല്ലെങ്കിൽ കരിങ്കൊടി വീശി ഒരാൾ ഒരു ബസ്സിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ അയാളെ മാറ്റി ഒരു സൈഡിലേക്ക് നിർത്തി തല്ലി പഞ്ഞിക്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷവും മുഖ്യമന്ത്രി പറഞ്ഞ പെരും നുണ എന്നത് അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു എന്നാണ്. ഇപ്പൊ ഇത് പറയുന്നത് ചെറിയ ആളല്ല, വെറും ഒരു പാർട്ടിക്കാരനല്ല, നേരെ മറിച്ച് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. എന്തും പറയാന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഒന്നും തന്നെ ശരിയായ ദൃശ്യങ്ങളെ അല്ല എന്ന് കോടതിയിൽ വരെ പോയി പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ CCTV ആയാലും നുണയായാലും അത് തെളിവ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനെ ബഹുമാനിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയക്കാർക്കും ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി ഇവിടെ ശ്രീമതി ആര്യ രാജേന്ദ്രൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എനിക്ക് പ്രിവിലേജ് ഒന്നും വേണ്ട മേയർ എന്ന രീതിയിൽ, നേരെ മറിച്ച് ഒരു സാധാരണ സ്ത്രീ എന്ന നിലയ്ക്കാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. അതേപോലെ തന്നെ എന്നോടൊപ്പമുള്ളയാളും മേയർ അല്ലല്ലോ, ഒരു സാധാരണ സ്ത്രീയാണ്, സഹോദരന്റെ ഭാര്യയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരിവിടെ മേയർ എന്ന നിലയ്ക്കുള്ള പ്രിവിലേജ് അവർ ഉപയോഗിക്കുകയായിരുന്നു എന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞു പരാതി കൊടുത്തിരിക്കുന്നതിൽ മേയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഇനി അതല്ല എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ സ്ത്രീ എന്ന നിലയ്ക്ക് മേയർ എന്നുള്ള പ്രിവിലേജ് ഇല്ലാതെയാണ് അവരിത് ചെയ്തിരുന്നത് എങ്കിൽ മറ്റുള്ള സാധാരണ സ്ത്രീകൾക്കും ഇങ്ങനെ ചെയ്യാമല്ലോ അല്ലേ?